ഒരു 0 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ബജാജിന്റെ മാക്സിമ കാർഗോ CNG ഇറക്കാം. ഒരു കൊളുത്തൊക്കെ ഒരു പ്രത്യേക സെറ്റപ്പിലാണ് കൊളുത്തിരിക്കുന്നത്. കണ്ട നമുക്ക് ഈ ഒരു രീതിക്ക് സെയിം ഡാഷ്ബോർഡ് ഇതാണ് സെയിം ആയിട്ട് വരണേ. ഓക്കെ ഓക്കെ. നമ്മുടെ വണ്ടി എങ്ങനെയാണോ നമ്മുടെ ഷോറൂമിൽ നിന്ന് പ്ലാൻ ചെയ്യുന്ന വന്നത് അത് നിർത്തി പോയാൽ ഒരു 40+ അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് അപ്പൊ ഗൈസ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് ബജാജിന്റെ കാർഗോ പുതിയ സാധനം വന്നിട്ടുണ്ട്. CNG ഡെലിവറി വാൻ വന്നിട്ടുണ്ട്. ഇത് ബാക്കിൽ കിടക്കുന്ന ഒരു വെടിച്ചില് കളറാട്ടാ. ഇതല്ല നമ്മുടെ കളർ വരെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ എക്സിക്യൂട്ടീവ് ചേട്ടൻ എല്ലാം പറഞ്ഞുതരും. നമസ്കാരം. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ? പുതിയ വണ്ടി വന്നിട്ടുണ്ട് കാർഗോ. നമുക്ക് ഇതിന്റെ മോഡൽ എന്ന് പറഞ്ഞാൽ ബജാജ് മാക്സിമോ കാർഗോ CNG DV ഡെലിവറി വാൻ ആണ്. ഡെലിവറി വണ്ടി നമുക്ക് പ്ലാന്റ് എന്ന് പറയുമ്പോൾ ചേസ് ആയിട്ടാണ് വരിക. എന്നിട്ട് കസ്റ്റമർ ബിൽഡ് ചെയ്തിട്ടുള്ളതാണ് ഈ മോഡൽ ആക്കിയിരിക്കുന്നത്. ഈ മോഡൽ ഇങ്ങനെ കളറും എല്ലാം അടക്കാം. ഇത് കസ്റ്റമർ ഈ കളർ നമുക്ക് അവൈലബിൾ അല്ല. ഇത് കസ്റ്റമർ തന്നെ കളർ മാറ്റിയിട്ടുള്ള പേൾ പിങ്ക് എന്നാണ് ഇതിന്റെ കളർ. ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുരുവായൂർ ഭാഗത്തുള്ള പ്രമോദ് എന്ന് പറഞ്ഞ ആളുണ്ട്, പുണ്യം പ്രമോദേട്ടൻ, ജോസേട്ടൻ. ഒരു ബാക്കറി ഓടത്തിനുള്ള വണ്ടിയാണ്. പേൾ പിങ്ക് ആണ് ഈ കളർ വരുന്നത്. നല്ലൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ഉണ്ട്. ഇതിപ്പോ ഇന്ന് വണ്ടി ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള വണ്ടി ഡെലിവറി കൊടുക്കാൻ പോണതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്നെ വിളിച്ചത് ഈ മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് വരുമ്പോ ഈ വണ്ടിനെ കുറിച്ച് എന്താണ് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്? ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ മൈലേജ് ആണ്. ഇപ്പൊ ബാറ്ററിയുടെ പർപ്പസ് എന്ന് പറയുമ്പോൾ അവർക്ക് നിർത്തി സപ്ലൈ ഉള്ള ഓട്ടങ്ങളായിരിക്കും. ഇതില് ഡീസൽ വണ്ടിക്കാണെങ്കിൽ നമ്മൾ 38 മൈലേജ് പറയുന്നുണ്ട്, ഇത് 45 മൈലേജ് പറയുന്നുണ്ട്. എങ്ങനെ നിർത്തി പോയാലും ഒരു 40+ അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്തൊരു അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ചെയ്ത വീഡിയോ പോലത്തെ സെയിം വണ്ടി തന്നെയാണ്. ഇത് ചേസിലെടുത്ത് കസ്റ്റമർ ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് RC ബുക്കില് ക്ലോസ്ഡ് വാൻ ആയിട്ടാണ് വരിക. ക്ലോസ്ഡ് ബോഡി ആയിരിക്കും RC ബുക്കില്. ബാക്കി എല്ലാ പെട്ടി വണ്ടിയൊക്കെ നോർമൽ ഓപ്പൺ ബോഡി ആയിരിക്കും. ഇതാണ് ഇതിന്റെ മെയിൻ വ്യത്യാസം. പിന്നെ ഈ അടുത്തൊരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പുതിയൊരു ഫിനാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 0 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ബജാജിന്റെ മാക്സിമ കാർഗോ CNG ഇറക്കാൻ പറ്റും. അതേപോലെ തന്നെ പാസഞ്ചർ വണ്ടി ആണെങ്കിൽ തന്നെ നിസ്സാര കാശിന്, അതായത് നമ്മളൊരു മൊബൈൽ ഫോൺ മേടിക്കുന്ന കാശിന് വണ്ടി ഇറക്കാൻ പറ്റും. അതിലുള്ള ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് 700% പോയിന്റ് ഉണ്ടായിരിക്കണം, സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം കസ്റ്റമർക്ക്. അതാണ് അതിന്റെ ഒരു ക്രൈറ്റീരിയ പറഞ്ഞത് മെയിൻ ആയിട്ട്. അപ്പൊ ഏകദേശം ഒരു ഡൗൺ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ എത്ര രൂപ വരും ഏകദേശം? ഇതിപ്പോ നമുക്ക് 700+ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ, സിബിൽ സ്കോറുള്ള കസ്റ്റമർ ആണെങ്കിൽ കസ്റ്റമർ 1 രൂപ തരണ്ട, വണ്ടി കൊണ്ടുപോകും. ഫസ്റ്റ് EMI മുതൽ സ്റ്റാർട്ട് ചെയ്ത് അടച്ചാൽ. എത്ര കൊല്ലത്തേക്ക് ആയിരിക്കും പരിപാടി? നമുക്ക് ലോൺ വരുന്നത് ഒരു 48 ഉണ്ട്, 60 മാസം ഉണ്ട്. നമുക്ക് കസ്റ്റമറുടെ ഇതിനനുസരിച്ച്. ബജാജ് ഫിനാൻസ് ആണോ? ബജാജ് അല്ല, ഇത് IDFC ഉണ്ട്. IDFC ആണ് പുതിയതായിട്ട് നമ്മളായിട്ട് ടൈപ്പ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വണ്ടീനെ പറ്റി പറയുമ്പോൾ എഞ്ചിൻ സ്പെക്ക് എങ്ങനെയാണ് വരുന്നത്? ഇതിന്റെ നമുക്ക് 236 cc സാധാരണ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. ടോർക്കും പവറൊക്കെ വരുമ്പോൾ സെയിം തന്നെയാണ്, പഴയ പെട്ടി വണ്ടിയുടെ സെയിം തന്നെ. ഇതിലാകെ വ്യത്യാസം ഞാൻ RC ബുക്കിൽ ക്ലോസ്ഡ് ബോഡി എന്ന് പറഞ്ഞൊരു പർപ്പസ് ഉണ്ടായിരിക്കും. അങ്ങനത്തെ ആൾക്കാരാണ് ഇത് മെയിനായിട്ട് എടുക്കാൻ. നമുക്കൊന്ന് വണ്ടി ഇത് മൊത്തത്തിലൊന്ന് കണ്ടാലോ? വണ്ടി ഇത് ഇങ്ങനെയാണ് പറഞ്ഞത്. നല്ല ഓപ്പൺ ചെയ്തിട്ട് ചെയ്യാനാണ്. ഇങ്ങനെ നൈസായിട്ട് ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റൂടെ? അവിടെ ഒരു കൊളുത്തൊക്കെ ഒരു പ്രത്യേക സെറ്റപ്പിലാണ് കൊളുത്തിരിക്കണം. കണ്ട നമുക്ക് ഈ ഒരു രീതിക്ക് അകത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയല്ലേ? അവിടെ ലൈറ്റൊക്കെ വരുന്നില്ല, ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. ഈ ഭാഗം അല്ലെങ്കിൽ നമുക്ക് ബാക്ക് വഴി ഇത് തുറന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ആ ഒരു കൊളുത്ത് വഴി കണ്ട അത്യാവശ്യം നല്ല കാണുമ്പോൾ വലിയ ബോക്സ്. ചേട്ടാ ഇതിന്റെ ബോക്സിന്റെ അളവ് പറയുമ്പോ എങ്ങനെയാണ് പറഞ്ഞത്? നോർമല് 5 അടി നീളം, 4.25 വീതി, ഹൈറ്റ്. രണ്ട് ഫ്യൂവലിലും നമുക്ക് ഇതിൽ ഓടാം. ഇത് CNG ആണ്, 5.5 കിലോമീറ്റർ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പിന്നെ സാധാരണ നമ്മുടെ 2 ലിറ്റർ പെട്രോൾ ടാങ്കും വരുന്നത്. പെട്രോൾ CNG വണ്ടിയാണ്, ഡീസൽ അല്ല. CNG എത്ര കിലോ വരുന്നുണ്ട് അടിക്കാൻ? 5.5 കിലോ ഫുൾ ടാങ്ക്. പെട്രോൾ ആണെങ്കിൽ 2 ലിറ്റർ. നമുക്ക് മൈലേജിൽ പറയുമ്പോൾ ഇത് CNG-ലാണോ പെട്രോൾ ആണോ? പെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ CNG കഴിഞ്ഞ എവിടെയെങ്കിലും നമ്മൾ പെട്ട് കഴിഞ്ഞാൽ അടുത്ത ഒരു CNG പമ്പിലേക്ക് എത്താണ് പെട്രോൾ ഉപയോഗം. മെയിൻ മൈലേജ് പറയുന്നത് നമ്മൾ CNG ആണ്. അത് എത്ര പറയണം? 45, 45 കമ്പനി പറയുന്നത് ഒരു 40+ എന്തായാലും കസ്റ്റമേഴ്സ് കിട്ടും. ഓക്കെ. അപ്പൊ അതാണ് ഇതിന്റെ ബാക്ക് സൈഡിലുള്ള വിശേഷങ്ങള്. സൈഡ് ഇതൊക്കെയാണ് ഇങ്ങനെ വരുന്നത്. ഇനി നമുക്ക് ക്യാബിനെ കുറിച്ച് പറയുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത പോലെ സെയിം തന്നെയാണ് ക്യാബിൻ. ഇത് വൈറ്റ് കളർ വണ്ടിയായിരുന്നു, ഇത് ഈ ഒരു കളറിലേക്ക് മാറ്റിയതാണ്. ഉൾഭാഗം കസ്റ്റമർ പെയിന്റ് ചെയ്തിട്ടില്ല, അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. പുറംബോഡിയാണ് മാറ്റിയിട്ടുള്ളത്. ഓക്കെ. അകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. സെയിം ഡാഷ്ബോർഡ് ഇതാണ് സെയിം ആയിട്ട് വരണേ. ഓക്കെ. നമ്മുടെ വണ്ടി എങ്ങനെയാണോ നമ്മുടെ ഷോറൂമിൽ നിന്ന്
പ്ലാന്റിൽ നിന്ന് വന്നത്. അത് ഈ കളറിലാണ്, ഈ വൈറ്റ് കളറിലാണോ എന്നാണ്. അത് കസ്റ്റമർ എടുത്ത് താഴ്വശത്തേക്ക് നോക്കി അറിയാം, പെയിന്റ് അടിച്ചിട്ട് മാറ്റിയേക്കുന്നതാണ് വണ്ടി. ഇത് ഓൺ ദ റോഡ് കോസ്റ്റ് എങ്ങനെയാണ് നിങ്ങൾ പറയണത്? ഇത് നമുക്ക് ചേസ് ആണെങ്കിൽ ഇത് 5 അടിയാണ്. ചേസ് ആണെങ്കിൽ നമുക്കൊരു നമ്മൾ ഈ മാസത്തെ 2023 നവംബർ 8ന്റെ ഉള്ളിൽ ചേസിന് വരും. ബോഡി കെട്ടാൻ കസ്റ്റമർക്ക് ഒരു 80 രൂപ മീത വന്നിട്ടുണ്ട്. പിന്നെ പെയിന്റിനും വേറെ വന്നിട്ടുണ്ടാവും. പെയിന്റ് റേറ്റ് കൂടിയ പെയിന്റ് അതല്ല. അത് നിങ്ങൾ എങ്ങനെ വാറണ്ടി ഇത് എങ്ങനെയാണ്? വണ്ടിക്ക് നമ്മൾ എഞ്ചിൻ ഗിയർ ബോക്സ് ഹൗസിംഗ് 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ വാറണ്ടി വണ്ടിക്ക് പ്രൊവൈഡ് പഴയ വണ്ടികളെ പോലെ തന്നെ സെയിം തന്നെ. പിന്നെ സർവീസിനെ പറ്റി പറയുമ്പോൾ സർവീസ് നമുക്ക് 3 സർവീസ് ഫ്രീ വരുന്നുണ്ട്. 1000, 5000, 10000. 1000 ഓയിൽ മാറും, എല്ലാ ഭാഗം ചെക്കിയും വാഷ് ചെയ്യും. 5000 ഓയിൽ കുറവുള്ള ടോപ്പ് അപ്പ് ചെയ്യും, എല്ലാ ഭാഗം ചെക്കിയും വാഷ് ചെയ്യും. 10000 ഓയിൽ ഫിൽറ്റർ കൂടി മാറും, എല്ലാ ഭാഗം ചെക്കിയും വാഷ് ചെയ്യും. അതാണ് നമ്മുടെ സർവീസിന്റെ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചേട്ടനെ നമ്പർ കൊടുക്കാം. അപ്പൊ 1 രൂപ പോലും മുടക്കാണ്ട് ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റും. 700-ന് മുകളിൽ സിബിൽ സ്കോർ ഉള്ള ധൈര്യമായിട്ടുള്ള ആൾക്കാർ ഇവിടേക്ക് പോരാ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് 1 രൂപ പോലും മുടക്കാതെ നിങ്ങളുടെ ബിസിനസ് സംരംഭത്തിലേക്ക് ഈ വണ്ടി ഇറക്കി ധൈര്യമായിട്ട് സപ്ലൈ തുടങ്ങി നിങ്ങൾക്ക് ലാഭം കൊയ്യാൻ പറ്റൂടാ. അപ്പോൾ എങ്ങനെയുണ്ട് ചേട്ടാ, കാര്യങ്ങളൊക്കെ അടിപൊളിയല്ലേ? ഓക്കെ, അപ്പോൾ വീഡിയോ നമ്മുടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആൾക്കാർക്ക് എത്തിക്കാട്ടാ. വണ്ടി കണ്ട, ഇതാണ് കേട്ടോ അതിൻ്റെ സൗണ്ട് പറഞ്ഞത്. ബാക്ക് സൈഡിൽ നിന്ന് തന്നെ ഞാൻ സൗണ്ട് കളിപ്പിച്ച് തരാം. നൈസ് സൗണ്ടാട്ടാ. ഈ ഒരു ഇതൊന്നും നോക്കണ്ട, ഈ സംഭവം നോക്കണ്ട. ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് പോള വണ്ടി പുറത്തേക്ക്. ബ്രേക്ക് ലൈറ്റ് കണ്ട, സോറി, നമ്മുടെ റിവേഴ്സ് ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇതിന് മുമ്പുള്ള വണ്ടി തന്നെ. ഇനി ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ക്ലസ്റ്ററിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കാഴ്ചയും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഇതാണ് ക്ലസ്റ്ററിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടുള്ള കാഴ്ച. കണ്ട, അത്യാവശ്യം ഒരാൾക്ക് ഇരിക്കാം, കൂടെ ഒരാൾക്കും കൂടി ഇരിക്കാട്ടാ. ഹാൻഡ് ബ്രേക്ക് ഒക്കെ വരുന്നുണ്ട് ഇവിടെ ഈ സൈഡിൽ. നമ്മുടെ ഇൻഡിക്കേറ്റർ, CNG പെട്രോൾ കൺവേർട്ടിങ്, ഡമ്മി സ്വിച്ച്, നമ്മുടെ ചാർജിങ് യൂണിറ്റ്, ഇതൊക്കെയാണ് വരുന്നത്. നമ്മുടെ ഗിയർ കാണാം ഇവിടെ. നമ്മുടെ വണ്ടിയുടെ നോയ്സ് കളിപ്പിച്ചു തരാം. ഇതാണ് വണ്ടിയുടെ നോയ്സ് വരുന്നത്. നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇടണം. വളരെ സിമ്പിളായിട്ടുള്ള രീതിക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ മ്യൂസിക് സിസ്റ്റം ഒക്കെ കയറ്റാട്ടെ അതിൻ്റെ അകത്ത്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വണ്ടിയുടെ ക്ലസ്റ്റർ എന്ന് പറയുന്ന സംഭവം. ഇതിൽ CNG നിറച്ചിട്ടുള്ളതിൻ്റെ ആ ഒരു യൂണിറ്റിൻ്റെ ലൈറ്റുകളാണ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ. എങ്ങനെയുണ്ട്, അടിപൊളിയില്ലേ? പിന്നെ 4 ഇൻഡിക്കേറ്റർ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ CNGയുടെ ലൈറ്റ് ഇവിടെ കാണാം. ഇതൊക്കെയാണ് ഇൻറ്റീരിയർ കാഴ്ചകൾ. പിന്നെ അത് കൂടാണ്ട് ഇവിടെ ലൈറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം എങ്ങനെയുണ്ട് സംഭവം, പൊളിച്ചില്ലേ?